സിൽക്കി കോട്ടയിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. എല്ലാവർക്കും പുത്തരാൻസിലേക്ക് സ്വാഗതം. ഇതിനു മുമ്പും ഞാൻ ഈ സെയിം ഫാബ്രിക്കിന്റെ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. എല്ലാ ഐറ്റം തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ അതിന് അതേ ഫാബ്രിക് തന്നെയാണ്, ഡിഫറെന്റ് കളേഴ്സും പ്രിന്റ്സും ആണ് കേട്ടോ. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സ് നമ്മൾ ആദ്യം ചെയ്ത വീഡിയോനകത്ത് ഉണ്ടായിരുന്നു. ഇതിന്റെ ഷോർട്സ് കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലായാലും നമ്മളെല്ലാം നെക്സ്റ്റ് ഡേ വരുന്ന വീഡിയോയുടെ എല്ലാം തന്നെ ഷോർട്സും റീൽസും ഒക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പേജിൽ പോയി നോക്കിയാൽ ഈ ഡ്രസ്സിന്റെ ഒരു പാറ്റേൺ കാണണം എന്നൊക്കെ കുറച്ച് പേര് കമന്റ് ചെയ്യണ കണ്ടു. ആക്ച്വലി നമ്മുടെ ഷോർട്സിൽ ഉണ്ടാവും, യൂട്യൂബിലാണെങ്കിൽ, അല്ലെങ്കിൽ റീൽസിൽ ഉണ്ടാവും. അപ്പം ഇനി ചെറിയൊരു റീൽ പോലെയൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് നോക്കിയാൽ മതി കേട്ടോ, ഇതെങ്ങനെയാണ് വെയർ ചെയ്താൽ വരിക എന്നുള്ളത് കാണാനായിട്ട്. അപ്പൊ അതിന്റെ തന്നെ ഡിഫറെന്റ് പ്രിന്റ്സും അതുപോലെ കളേഴ്സും ആണ് വന്നിരിക്കുന്നത്. പ്രൈസ് വന്നിരിക്കുന്നത് സെയിം പ്രൈസ്, അന്ന് കൊണ്ടുവന്ന അതേ പ്രൈസിലാണ്. 199 ആണ്. വിഡ്ത്ത് വരുന്നത് 44 ഇഞ്ച് വിഡ്ത്തിലാണ്. അപ്പൊ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് കണ്ടു നോക്കാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ആ ഒരു കളറിനോട് മാച്ച് ചെയ്യാവുന്ന പോലത്തെ ഒരു കളർ തന്നെയാണ്. ഒത്തിരി ഡാർക്ക് അല്ല, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ കളറാണ്. ഫ്ലവേഴ്സും ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഫാബ്രിക് സിൽക്കി കോട്ടയാണ്. ഈ നെറ്റ് കോട്ടയുടെ ഒക്കെ സെയിം ഫാബ്രിക് പോലെ ഇരിക്കും, പക്ഷെ കുറച്ച് സിൽക്ക് ഫിനിഷ് ഉണ്ട്. സെറി പോകുന്നുണ്ട്, ഗോൾഡ് കളറിലുള്ള സെറിയാണ് ചെക്ക് പാറ്റേണിൽ ഇതിനകത്ത് പോയിട്ടുള്ളത്. ക്ലോസ് വ്യൂ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. പീച്ചും പിങ്കും ഓറഞ്ചും ഒക്കെ ആയിട്ടുള്ള കളേഴ്സിലാണ് ഇതിനകത്തുള്ള പ്രിന്റുകൾ. എല്ലാം ഡിജിറ്റൽ പ്രിന്റ് ആണ്. രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു സെറി പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് സ്ലീവിന്റെ എൻഡിലോ നെക്കിന്റെ കോളറിന്റെ അവിടെയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയായിരിക്കും നമ്മളിത്, ഞാൻ വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെയായിരിക്കും വെയർ ചെയ്യുമ്പോൾ വരുന്നത്. നല്ല ഭംഗിയുള്ള പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് സാരിക്കായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. പ്ലെയിൻ ബ്ലൗസ് ഒക്കെ ഇട്ടിട്ടും സാരിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ച് വണ്ണം കുറഞ്ഞവർക്കൊക്കെ വണ്ണം തോന്നിക്കാവുന്ന തരത്തിലുള്ള ഒരു ഫാബ്രിക് ആണ്. എന്ന് വെച്ചാൽ ഒത്തിരി സ്റ്റിഫായിട്ട് നിൽക്കുന്നതല്ല, നല്ല ഫാബ്രിക് തന്നെയാണ്. ഇപ്പൊ നെക്സ്റ്റ് വൺ കാണുന്നത് ഇതിന്റെ വേറൊരു കളറും പ്രിന്റും ആണ്. ബ്ലൂ കളറാണ് കേട്ടോ. അപ്പൊ ഈ പ്രിന്റിന് കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട്. ആദ്യം കണ്ട പ്രിന്റ് അല്ല, ചേഞ്ച് വന്നിട്ടുണ്ട്. ബ്ലൂ കളറിലാണ് വരുന്നത്. സ്കൈ ബ്ലൂ കളറിനോട് മാച്ച് ചെയ്യാവുന്ന പോലത്തെ ഒരു കളറാണ്. സിൽക്കി കോട്ടയാണ്. അപ്പൊ സിൽക്ക് ഫിനിഷിലാണ് ഇതിനകത്തുള്ള വർക്കുകൾ പോകുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ പ്രിന്റുകളെല്ലാം തന്നെ വരുന്നത്. രണ്ട് സൈഡിലും ഗോൾഡ് സെറി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് 199 തന്നെയാണ്. വിത്ത് ലൈനിങ്ങിൽ ചെയ്യണം, വിത്തൗട്ട് ലൈനിങ് നമുക്ക് ചെയ്യാൻ കഴിയുകയില്ല. ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് പിങ്കിലാണ്. പിങ്ക് കളറിനകത്ത് തന്നെ നല്ല ഭംഗിയുള്ള ഗോൾഡ് സെറി പോകുന്നു. നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് പോകുന്നത് കേട്ടോ. എല്ലാം ഡിജിറ്റൽ പ്രിന്റ് ആണ്. അപ്പൊ നമുക്ക് പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയായിരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ പാറ്റേൺ വരുന്നത്. രണ്ട് സൈഡിലും ഗോൾഡ് സെറിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് കണ്ടത് സിൽക്കി കോട്ട ഫാബ്രിക്കിൽ വന്നിരുന്ന റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷൻ ആണ്. 199 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. 44 ഇഞ്ചാണ് ഇതിന്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത്. പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങൾ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യണേ.